വളരെ സിമ്പിളായിട്ടുള്ളൊരു ഹെയർ ബാൻഡിനെ കൊണ്ട് പണി കിട്ടിയിട്ടില്ല കേട്ടോ. ഞാനിങ്ങനെ കട്ട് ചെയ്ത് അതിൻ്റെ ഷേപ്പൊക്കെ ശരിയാക്കുന്നുണ്ട്. ലാസ്റ്റ് ഷേപ്പ് ചെയ്ത് ഹെയർ ബാൻഡ് തന്നെ ഇല്ലാതായോ എന്നറിയില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഹെയർ ബാൻഡിൻ്റെ മേക്കിംഗ് വീഡിയോ ഒന്ന് കണ്ടാലോ. ദിസ് ഈസ് മുഫീദ നൗഫൽ ഫ്രം മൈ ഫാഷ്. എന്നോട് ഒരുപാട് ആൾക്കാർ ചോദിക്കാറുണ്ട്, നമ്മൾ ഹെയർ ബാൻഡ് അല്ലെങ്കിൽ ഫ്രോക്കിനൊക്കെ പ്ലീറ്റ് ഇടുന്ന സമയത്ത് നമ്മൾ 2-3 ലെയേഴ്സൊക്കെ ആയിട്ട് വരുന്ന ഫ്രോക്കൊക്കെ ആണെങ്കിൽ എല്ലാ ലെയേഴ്സും ഇതുപോലെ ഒന്നിച്ച് വെച്ചിട്ടൊക്കെ സ്റ്റിച്ച് ചെയ്താൽ എങ്ങനെ ഉണ്ടാവും, അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്യണോ, അതൊക്കെ ഒരുപാട് പണിയല്ലേ. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഇങ്ങനെ ഒന്നിച്ച് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്താൽ എങ്ങനെ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയുള്ളൊരു വീഡിയോയും കൂടിയാണ് കേട്ടോ. നമ്മളെല്ലാ ഫ്രോക്കിലും ഡിഫറെൻറ്റ് രീതിയിലായിരിക്കില്ലേ, ഓരോ ഫ്രോക്കിലും നമ്മൾ ഡിഫറെൻറ്റ് രീതിയിലായിരിക്കും പ്ലേസ് ചെയ്യുക. ചിലതിൽ നമ്മൾ ഓരോരോ ഇഞ്ചൊക്കെ വെച്ചിട്ട് അങ്ങനെയൊക്കെ പ്ലേറ്റ് കൊടുക്കും. ചിലതിൽ നമ്മൾ ഫൂട്ട് വെച്ചിട്ട് ഫ്രില്ല് കൊടുക്കും. ചിലതിൽ നമ്മൾ ഹാൻഡ് ഫ്രില്ല് കൊടുക്കും. ഇതുപോലെ ഇപ്പോൾ നമ്മൾ ഈ പ്ലേ ചെയ്യുന്ന പോലെ, അല്ലെങ്കിൽ നമ്മൾ സ്കെയിലും ഇതൊക്കെ വെച്ച് അളന്നിട്ടൊക്കെ ഇങ്ങനെ പ്ലീറ്റ്സൊക്കെ ആക്കിയിട്ടൊക്കെ ചെയ്യും. അപ്പോൾ ഇവിടെ ഞാനിപ്പോൾ ഇത് 4 ലെയേഴ്സ് ഫാബ്രിക് ഒന്നിച്ച് വെച്ചിട്ട് ഇതുപോലെ ഹാൻഡ് സ്റ്റിച്ച് ഫ്രില്ല് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒന്ന് ഹാൻഡ് സ്റ്റിച്ചും കൂടെ കൊടുത്തിട്ട് ഞാനിവിടെ 4 ലെയേഴ്സ് ഫാബ്രിക് ഒന്നിച്ച് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തത് ഹാൻഡ് സ്റ്റിച്ചും കൂടെ കൊടുത്തിട്ട് ഈ ഒരു രീതിയിലാണ് ഉള്ളത്. അപ്പം നമ്മൾ അതിന് ഓരോ ലെയേഴ്സായിട്ട് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്തിട്ടൊന്ന് സെറ്റ് ചെയ്ത് നോക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഈ ഒരു രീതിയിലാണ് അതിൻ്റെ ആ ഒരു പഫ്നെസ്സൊക്കെ വരുന്നത്. അപ്പോൾ ഇതിട്ട് നമ്മൾ നോർമലി ചെയ്യുന്ന ആ ഒരു അതിൻ്റെ ഭംഗിയിലേ ആയിട്ടില്ല. അപ്പോൾ ഇതുപോലെയാണ് ഉണ്ടാവുക. അപ്പം ഈ ഒരു സെയിം ഫാബ്രിക് വെച്ചിട്ട് തന്നെ നമുക്ക് സിംഗിളായിട്ട് നമ്മൾ ഓരോ ലെയേഴ്സായിട്ട് പ്ലേറ്റ് എടുക്കുമ്പോൾ എങ്ങനെ ഉണ്ടാവും നോക്കാം. ഞാനത് തന്നെ ആ ഒരു ഫാബ്രിക്കൊക്കെ സ്റ്റിച്ചസൊക്കെ ഒന്ന് അഴിച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഓരോ ലെയേഴ്സായിട്ട് ഇതുപോലെ ഹാൻഡ് ഫ്രില്ല് തന്നെ കൊടുത്തിട്ട് സ്റ്റിച്ച് കൊടുക്കാം. ഇപ്പം തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ആ ഒരു ഫ്രില്ലിൻ്റെ ആ ഒരു ഡിഫറൻസ്. നമ്മൾ 4 ഒന്നിച്ചിട്ടില്ലെങ്കിൽ 2 സെറ്റായിട്ട് വെച്ചിട്ടുണ്ടാകുന്ന സമയത്ത് നിങ്ങൾക്ക് ഡിഫറെൻ്റ് ആയിട്ട് ഇതുപോലെ തന്നെ ചെയ്ത് നോക്കട്ടെ. ഓരോരുത്തർക്ക് ആൾക്കാർക്ക് ചെയ്യാൻ മടിയായിട്ടാണ് നമ്മളോട് ചോദിക്കുന്നത്, അങ്ങനെ ചെയ്താൽ വൃത്തി ഉണ്ടാവോ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്താൽ വൃത്തി ഉണ്ടാവോ എന്നുള്ളത്. നമ്മളിതുപോലെ ടൈമൊക്കെ എടുത്തിട്ട് തന്നെയാണ് നമ്മൾ ചെയ്തിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്തെടുക്കുന്നത്. ചിലപ്പോൾ ഒരുപാട് പ്രാവശ്യം സ്റ്റിച്ചസൊക്കെ അയച്ചിട്ടായിരിക്കും ഒരു ഡ്രസ്സൊക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്, ഓരോ പുതിയ മോഡൽസൊക്കെ വരുന്ന സമയത്ത്. അപ്പോൾ ഞാൻ ഒരു സെറ്റ് അങ്ങനെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഒന്നും കൂടെ ഒന്ന് ടൈറ്റ് ആക്കാൻ വേണ്ടി ഒന്നും കൂടെ സ്റ്റിച്ച് കൊടുക്കുന്നുണ്ട്. നമുക്കിത് ഹാൻഡ് സ്റ്റിച്ച് കൊടുത്തിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യട്ടോ. ടൈം ലാഭിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു രീതിയിൽ ചെയ്യുന്നത്. അപ്പോൾ ഇടയ്ക്ക് മോള് വന്നിട്ട് ഒന്ന് ഇടങ്ങാറാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാനതൊന്ന് സെറ്റാക്കിയിട്ടുണ്ട്, അവളെ വിട്ടിട്ടുണ്ട്. അപ്പോൾ അത് സ്റ്റിച്ചസ് ഒന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് ഒന്നും കൂടെ ഹാൻഡ് സ്റ്റിച്ച് കൊടുത്തിട്ട് ഒന്ന് ടൈറ്റ് ആക്കുക. ഹാൻഡ് സ്റ്റിച്ച് കൊടുക്കുന്ന സമയത്ത് ഇതുപോലെ ആ 2 എൻഡിങ് പോർഷൻസ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്താൽ കുറച്ചും കൂടെ ഭംഗി ഉണ്ടാവും. അപ്പോൾ ഞാൻ ഇപ്പം തന്നെ നിങ്ങൾക്ക് കണ്ടാലോ ആ ഡിഫറൻസ്. നമ്മൾ നേരത്തെ സെയിം ഫാബ്രിക് തന്നെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ലെങ്ത്ത് ഒക്കെ പിന്നെ ഞാനിതിൽ വിഡ്ത്ത് എക്സ്ട്രാ എടുത്തിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ റീൽസ് ചെയ്യുമ്പോൾ കുറച്ച് ഇങ്ങനെ കട്ട് ചെയ്യുന്ന വീഡിയോയിൽ എടുക്കാമെന്ന് വെച്ചിട്ട് എക്സ്ട്രാ ലെങ്ത്ത് എടുത്തതായിരുന്നു. നമുക്കിതുപോലെ ഹെയർ ബാൻഡൊക്കെ ചെയ്യുമ്പം 2 ഇഞ്ച് മാത്രം മതിയാവും. ഞാനിപ്പോൾ ഇതിൽ എക്സ്ട്രാ എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മളൊരു ബോയോ അല്ലെങ്കിൽ ഫ്ലവേഴ്സോ എന്തെങ്കിലും വെച്ചിട്ട് അതിനെ നമ്മൾ ഹൈഡ് ചെയ്തിട്ട് ഒന്ന് സ്റ്റിച്ചസൊക്കെ ഒന്ന് കവർ ചെയ്യുന്ന രീതിയിൽ വെച്ചിട്ട് സെറ്റ് ചെയ്യാം. നമ്മളവിടെ തന്നെ ഉണ്ടായിട്ടോ. അപ്പോൾ അതൊന്ന് ഹെയർ ബാൻഡൊക്കെ ഒന്ന് അവളെ വെച്ചിട്ട് അവളൊന്ന് സെറ്റാക്കിയിട്ടൊന്ന് വിട്ടിട്ടുണ്ട്. ശേഷം ഞാനൊന്നും കൂടെ അതൊക്കെ ഹാൻഡ് സ്റ്റിച്ച് കൊടുത്തൊന്ന് ടൈറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഹെയർ ബാൻഡ് ഇതുപോലെ ക്ലിപ്പിൽ സെറ്റ് ചെയ്തിട്ട് ഞാൻ 2 പീസ് ക്യാൻവാസ് ഷീറ്റ് എടുത്തിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഇതിങ്ങനെ എന്തിനാണ് കട്ട് ചെയ്ത് ഞാനിപ്പോൾ ചിന്തിക്കുന്നത്, വീഡിയോ കണ്ടപ്പോഴാണ്. ഇങ്ങനെ ജസ്റ്റ് കട്ട് ചെയ്ത് നിങ്ങൾക്ക് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്യാം, സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്യാം. അതിനുശേഷം ഗ്ലൂ ഗണ്ണോ അല്ലെങ്കിൽ B7000 എന്തെങ്കിലും വെച്ചിട്ട് അതൊന്ന് ഗം ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ B7000 ആണ് എടുത്തിട്ടുള്ളത്. പിന്നെ അൽഗേറ്റർ ക്ലിപ്പിൻ്റെ മുകളിലും പിന്നെ ക്യാൻവാസിലൊക്കെ ആയിട്ട് ഗം ചെയ്തിട്ട് അതൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. ആ ക്യാൻവാസിൻ്റെ ഷീറ്റ് കട്ട് ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. നമ്മൾ അത് അൽഗേറ്റർ ക്ലിപ്പ് ഇടാനുള്ള ആ ഒരു സൈഡ് അടിഭാഗം അതിലേക്ക് ഇടാനുള്ള ഒരു ഹോളും കൂടെ കട്ട് ചെയ്ത് കൊടുക്കണം. പിന്നെ നമ്മൾ മുകളിലേക്കും കൂടെ സെറ്റ് ചെയ്തിട്ട് അതൊന്ന് കവർ ചെയ്തിട്ട് ആ ഒരു മുകളിലേക്കും കൂടെ ക്യാൻവാസിൻ്റെ മുകളിലും കൂടെ കുറച്ചും കൂടെ ഗമ്മാക്കിയതിന് ശേഷം നമ്മൾ ഹെയർ ബാൻഡിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് സെറ്റ് ആകുമ്പോഴേക്കും നമുക്കത് ഹെയർ ബാൻഡ് നമ്മൾ ബ്ലാക്ക് എലാസ്റ്റിക്കും കൂടെ ഞാൻ ഇതിന് കൂടെ പെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിൽ നമുക്കത് അതിന് ഒന്നും കൂടെ സ്റ്റിച്ച് ചെയ്തിട്ട് അല്ലെങ്കിൽ അതിൻ്റെ അൽഗേറ്റർ ക്ലിപ്പിൻ്റെ ഉള്ളിലായിട്ട് വെച്ചിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം. ചില മക്കൾ ഹെയർ ബാൻഡ് ഇടില്ലായിരിക്കും, ചിലപ്പോൾ ഹെയർ ക്ലിപ്പായിരിക്കും ഇടുക. അങ്ങനെയുള്ളവർക്ക് ഇത് യൂസ് ചെയ്യാം.
അപ്പോൾ ഇത് ഞാനിങ്ങനെ കട്ട് ചെയ്തിട്ട് എക്സ്ട്രാ ഫാബ്രിക്സ് ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഷേപ്പ് ചെയ്യാമെന്ന് വെച്ചു. അതൊന്ന് റീലൊക്കെ എടുക്കുമ്പം വീഡിയോ ആക്കാമെന്ന് വെച്ചിട്ട് ഇങ്ങനെ ഒരുപാട് വീഡിയോസ് ഇങ്ങനെ ഫോണിൽ എടുത്ത് വെക്കും. ലാസ്റ്റ് റീൽസ് ഇടില്ല, ഇങ്ങനെ വീഡിയോ ഇങ്ങനെ സ്റ്റോറേജ് ഇങ്ങനെ ഫുള്ളായിട്ട് ഉണ്ടാവും. എഡിറ്റ് ചെയ്യാനുള്ള മടി കൊണ്ട് എഡിറ്റ് ചെയ്ത് ഇടുകയും ചെയ്യില്ല. അങ്ങനെ ഒരുപാട് വീഡിയോസ് ഉണ്ട്, കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് വീഡിയോസൊക്കെ. അപ്പോൾ ഇത് ഞാനിങ്ങനെ കട്ട് ചെയ്ത് ലാസ്റ്റ് ഓരോ സൈഡ് കട്ട് ചെയ്യുന്നതും ഓരോ സൈഡിൽ ബാക്കിയില്ല. ഞാൻ ആക്ച്വലി ഇങ്ങനെ കട്ട് ചെയ്യലൊന്നുമില്ല, നമ്മൾ ആ 2 ഇഞ്ച് എടുത്തിട്ട് ജസ്റ്റ് അങ്ങനെ ആ ഒരു ഇതിൽ തന്നെ പോലാം. അപ്പോൾ ഞാൻ എക്സ്ട്രാ ഫാബ്രിക്കിലുകൊണ്ട് സൈഡ് കട്ട് ചെയ്യാൻ വേണ്ടി നോക്കി. പിന്നെ എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലാത്ത പോലെ എല്ലാ സൈഡും ഒരുപോലെ അല്ല എന്നൊക്കെ തോന്നി ഞാൻ കുറച്ച് കട്ടൊക്കെ ചെയ്ത് ശരിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഹെയർ ബാൻഡിൻ്റെ ഫൈനൽ ലുക്ക്. പിന്നെ ഞാൻ വീണ്ടും കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഫ്രോക്കിലേക്ക് വേണ്ടിയാണ് നമ്മൾ ഈ ഒരു ഹെയർ ബാൻഡ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഹെയർ ബാൻഡ് എന്ന് പറയുന്നത് നമ്മളൊരു ബെസ്റ്റ് സെല്ലിംഗ് ആയിട്ടുള്ളൊരു ആക്സസറീസും കൂടാണ്. നമ്മൾ ഓൾമോസ്റ്റ് ഈ ഒരു ടൈപ്പ് ഫ്രോക്കിൻ്റെ കൂടെ പിന്നെ അതുപോലെ നെറ്റ് ഫാബ്രിക് വരുന്ന ഫ്രോക്കിൻ്റെ കൂടെ ഒക്കെ ഈ ഒരു ടൈപ്പിലുള്ള ഡിഫറെൻറ്റ് സൈസിലുള്ള ബോയൊക്കെയാണ് കേട്ടോ അതിൻ്റെ വരുത്തുണ്ടായത്. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫ്ലവേഴ്സൊക്കെ വെച്ചിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ഒരു ഫ്രോക്കും ഈ ഒരു ഹെയർ ബാൻഡുമാണ് നമ്മുടെ ബെസ്റ്റ് സെല്ലിംഗ് ആയിട്ടുള്ള ഐറ്റംസ്.